ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാനവരിൽ മനോഹരനാണ് പ്രവാചകൻ. സമ്മതിക്കുന്നു. എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടവരാകില്ലല്ലോ. അങ്ങനെ ആകണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് അവിടെ ഒരു തീവ്രവാദം നമ്മൾ പറയുന്നത്. മറിച്ച് ഈ ജനാധിപത്യത്തെ മാനിക്കുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പ്രോബ്ലവുമില്ല. ഏതൊരാൾക്കും അവനവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച്, അവനവന്റെ വിശ്വാസ രാഹിത്യങ്ങൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പ്രശ്നമില്ല. ഇത് എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ എപ്പോഴും വിമർശിക്കേണ്ടി വരുന്നത്. അതല്ല, എനിക്ക് എൻ്റെ മതം, നിനക്ക് നിന്റെ മതം, ശരി, പ്രോബ്ലമില്ല. എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം, നിനക്ക് നിന്റെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം. മതം മാറാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും എല്ലാ മതങ്ങളെയും വലിച്ചെറിയാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി അത് വലിച്ചെറിഞ്ഞ ആളാണ്. ഉച്ചിങ്കി ഹായ്, ആരിഫ് ഉണ്ടല്ലോ, ആരിഫെ നിൽക്കണേ. അപ്പോൾ ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കി മാനവികതയില്ലെന്നും ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല എന്നും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ മതത്തിന്റെ പുറന്തോടുകൾ ഭേദിച്ച് പുറത്തു വരുന്നത്. അപ്പോൾ ഈ മതം വിട്ടതിന്റെ പേരിലായി അടുത്ത പീഡനം. ഈ മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ പിന്നീട് ജീവിക്കാൻ തന്നെ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഹായ്, ജീവിക്കാൻ തന്നെ വിടുന്നില്ല, നിരന്തരം പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു രീതി എത്തിയപ്പോൾ ഈ മതം ഇങ്ങനെയാണ്, ഈ മതത്തെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ മതവിശ്വാസികളിൽ നിന്നും നിർഭയത്വം ലഭിക്കൂ. ഇത് തുറന്നു പറയണ്ടേ നമ്മൾ? ഇതിലെ സ്വർഗവും നരകവും പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണെന്നുമുള്ളതുൾപ്പെടെ ഇസ്ലാം മത പ്രമാണങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളെയും കണ്ണടച്ച് അനുധാവനം ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചപ്പോഴാണ് എനിക്കിതിനെ ശക്തമായി എതിർത്ത് വിമർശിച്ച് ഈ ഗ്രന്ഥത്തിൽ എന്താണുള്ളത് എന്ന് പറഞ്ഞ് രംഗത്ത് വരേണ്ടി വന്നത്. നിങ്ങൾ ക്യാപ്ഷൻ ശ്രദ്ധിച്ചാൽ മതി. മുഹമ്മദ് നബി പറയുവാണ്, യുദ്ധ തടവുകാരികളായി പിടിച്ച സ്ത്രീകളെ, യുദ്ധത്തിന്റെ നിയമം തന്നെ എന്താണ്? സ്ത്രീകളെയും കുട്ടികളെയും സസ്യങ്ങളെ, മരങ്ങളെ, വൃക്ഷലതാദികളെ ഇതിനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നതാണല്ലോ യുദ്ധ നിയമം. എന്നിട്ട് യുദ്ധ തടവുകാരികളായി പിടിച്ച സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് അവരെ ബലാത്സംഗം ചെയ്യുവീൻ എന്ന് ഒരു വിശുദ്ധ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വിശുദ്ധ പുസ്തകം എന്ന് പറയാൻ പറ്റില്ല. തന്നെയുമല്ല, അത് പഠിപ്പിക്കുന്നത് ഒരു മാനവികമാണ് എന്നും പറയാൻ നമുക്ക് പറ്റില്ല. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഹരി, താങ്ക് യു. അപ്പോ യൂട്യൂബ് ചാനൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഹരി വന്നതാ. അപ്പോ ഒരു നാട്ടിലേക്ക് കയറി ചെന്ന് ആ നാട് കൊള്ളയടിച്ച് അവിടെയുള്ള പുരുഷന്മാരെ ഒക്കെ കൊന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുവന്ന് അവരുടെ പുരുഷന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് അവരെ ബലാത്സംഗം ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന, അനുചരന്മാർക്ക് ആ രൂപത്തിൽ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഉത്തമ മാതൃകയായേക്കാം. ഒരു കാലഘട്ടത്തിലും ആ മനുഷ്യന്റെ ഇത്തരം ചെയ്തികളെ ന്യായീകരിക്കാൻ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും സാധിക്കില്ല എന്നാണ് എൻ്റെ ബോധ്യം. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ബുക്ക് നമ്പർ 8 ഹദീസ് നമ്പർ 3371 3373
ഇസ്ലാമിക പ്രമാണങ്ങളാണ്. ആരെക്കൊണ്ടും നിരാകരിക്കാൻ സാധിക്കാത്ത, നിഷേധിക്കാൻ സാധിക്കാത്ത, അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അനുചരന്മാരെ കൊണ്ട് ബലാത്കാരം ചെയ്യിപ്പിക്കുന്നത്? ചോദിക്കട്ടെ. കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാം യുദ്ധ തടവുകാരികളെ പിടിച്ച് ബലാത്കാരം ചെയ്യാൻ കൽപ്പിക്കുന്നെങ്കിൽ ആ മതം പടച്ചവന്റേതാണോ? ലോകാവസാനം വരെ നിലനിൽക്കുന്ന പ്രവാചകനാണല്ലേ. അപ്പൊ ബലാത്സംഗത്തിന് ശിക്ഷയില്ല ഇസ്ലാമില്. അവരെന്ത് തെറ്റ് ചെയ്തിട്ട് അവരെ ബലാത്സംഗം ചെയ്യുന്നത്? അപ്പോൾ ഇതെന്തിനു വേണ്ടിയുള്ള മതമാണ്? സെക്സ് ഇസ്ലാം എന്ന് പറയുന്നത് ശരിയായില്ലേ? സെക്സ് ഇസ്ലാം ഈ മതത്തിന്റെ മുഖമുദ്ര ഓൾ ഇൻ ഓൾ സെക്സ് ആണ്. അല്ല എന്ന് നിങ്ങൾ തെളിയിക്കും. മുഹമ്മദ് നബി പറഞ്ഞു, പിടികൂടിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവർ ഗർഭിണിയാവാതിരിക്കാൻ അസുല് അഥവാ ശുക്ലം പോകുന്നതിന് മുമ്പ് ലിംഗം പുറത്തെടുക്കുന്ന രീതി പരിശീലിപ്പിക്കാറുണ്ടായിരുന്നത്രേ. ആ പെൺകുട്ടികൾ ചെയ്ത തെറ്റെന്താ? കാഫിറായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു പോയി എന്നതാണോ? അവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് പെൺകുട്ടികളെയും സ്ത്രീകളെയും ഈ രൂപത്തിൽ ഉപദ്രവിക്കണം എന്ന് കാരുണ്യത്തിന്റെ മതമായിട്ടുള്ള ഇസ്ലാം പഠിപ്പിക്കുന്നത്? സൈനുക്ക വീട്ടിൽ പോയിക്കോ കേട്ടാ. വീട്ടിൽ പോയിക്കോ. അമ്മായി വിളിക്കുന്ന വിളി ഇവിടെ വന്ന് വിളിക്കല്ലേ മോനെ, അട്ടിച്ച് മോന്ത ഞാൻ തിരിക്കും. പോയിക്കോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്ത്രീകളും പെൺകുട്ടികളും എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് വാനലോകത്തിരുന്ന് അള്ളാഹു കൽപ്പിക്കുന്നു? അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയുന്ന ഗുണ്ടാക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ അത് അനുധാവനം ചെയ്യുകയും ചെയ്യുന്നു. പെൺകുട്ടികളെ പിടിച്ച് ബലാത്കാരം ചെയ്യാൻ പരിശീലിപ്പിക്കുവാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1438 ശിവാണന് പഠിക്കുവാണല്ലേ, 1438 A, 1439 A, 1439 B തുടങ്ങിയ ഹദീസുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. സ്വതന്ത്രരായ സ്ത്രീയിൽ നിന്ന് അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ ലിംഗം പിൻവലിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ വിലക്കിയിട്ടുണ്ടെന്ന് അവരോട് ചോദിച്ചിട്ട്, അത് വലിച്ചോട്ടെ എന്ന് ചോദിക്കണം സമയമാകുമ്പോ. ശരിയെന്നാ. മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ 3197 ഹദീസാണ്. ബുക്ക് നമ്പർ 13, ഹദീസ് നമ്പർ 115. ഇനി നിങ്ങളൊന്ന് പറയൂ, ഈ മതം സമാധാനത്തിന്റെ മതമാണെന്ന്, സമാധാനത്തിന്റെ സന്ദേശമാണെന്ന് പറഞ്ഞു ധൈര്യമായിട്ട്. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ. നമ്മുടെ മതത്തെ മഹത്വപ്പെടുത്തണ്ടേ നമ്മൾ? യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊള്ളയടികൾ? എന്തിനാണ് ഈ ബലാത്സംഗം? പെൺകുട്ടികളെ പിടിച്ച് ബലാത്സംഗം ചെയ്യാൻ കൽപ്പിക്കുന്ന ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പിടിച്ചെടുക്കപ്പെട്ട സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ നിങ്ങളുടെ വീട്ടിലെ ഉമ്മമാരും ഭാര്യമാരും മകളും സഹോദരിമാരുമായിരിക്കണം. നിങ്ങൾ ആ ആംഗിളിൽ നിന്നിട്ട് ചിന്തിച്ചിട്ട് ഈ സമാധാനത്തിന്റെ മതം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നൊന്ന് പറയൂ. നോക്കാലോ. മതത്തിന്റെ പേരില, കേവലം മതവിശ്വാസത്തിന്റെ പേരിൽ അവരെ ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞത് ആണോ? ഷംസീറെ ആദ്യം